ഈ ട്രംപ് ലോകം മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീഷണി നടക്കുമ്പോൾ നമ്മുടെ ബജറ്റിലൂടെ ട്രംപിനെ പ്രതിരോധിക്കൂ? ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ട്രംപ് മാത്രമല്ല ഇന്നത്തെ ലോകത്തിൻ്റെ സാമ്പത്തിക രംഗം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്ന അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പരിധിവരെ മര്യാദ കെട്ടതും സത്യസന്ധതയില്ലാത്തതും താൻ പോരും നിറഞ്ഞതുമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് അതിന് കാരണമാണ്. പക്ഷെ നമ്മൾ കാര്യം ഓർക്കണം, ട്രംപിനെ ഈ പ്രകോപനത്തിലേക്ക് എത്തിച്ചത് ചൈനയാണ്. അമേരിക്കയുടെ അയൽ രാജ്യങ്ങളായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ക്യൂബയിലും മെക്സിക്കോയിലും വെനിസ്വേലയിലുമൊക്കെ ഇപ്പൊ കാനഡയിലും ചെല്ലുമെന്ന് പറയുന്നു. ചൈനയുടെ സ്വാധീനം, അമേരിക്കയ്ക്കകത്ത് തന്നെ ഡീപ് സ്റ്റേറ്റിൽ ചൈനയുടെ സ്വാധീനം, ഇതെല്ലാം വന്നു കഴിഞ്ഞ് അത് അമേരിക്കക്ക് ഉയർത്തിയ ഭീഷണി, ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണി, ഇറാനിലെ ഇടപെടലിൽ പോലും ചൈനയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ട്രംപ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം നമ്മൾ. ചൈനയുടെ പരിശ്രമം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചില ലാറ്റിൻ അമേരിക്കൻ്റെ ക്യൂബയും വെനിസ്വേലയും മെക്സിക്കോയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് വ്യാപാരം അത് ചെറിയ തോതിൽ പോസ്റ്റൽ എൻവലപ്പ് മെക്സിക്കോയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് പോസ്റ്റൽ എൻവലപ്പിലാക്കിയിട്ട് അവിടെ പബ്ലിക്കിൽ അയച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നാണ് പറയുന്നത്. ചെറിയ 5 ഗ്രാം ക്വാണ്ടിറ്റി മതി ഒരു വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കാൻ. അത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം വഴിയുള്ള കടന്നുകയറ്റം ഒരു വഴിക്ക്, അനധികൃത കുടികയറ്റം, അത് ചൈന ഉണ്ടാക്കിയതല്ല, എല്ലാ രാജ്യങ്ങളും അമേരിക്കയിൽ ചെല്ലുന്നു. ഇതെല്ലാം കൂടി അമേരിക്കയെ തകർത്തപ്പം. പിന്നെ മറ്റൊരു കാര്യം, ട്രംപ് വരുമ്പോൾ തന്നെ 30 ട്രില്യൺ GDP ഉള്ള രാജ്യത്ത് കടം 38 ട്രില്യൺ US ഡോളറാണ് കടം. ഓരോ 71 ദിവസവും, ചിലർ പറയുന്ന 75 ദിവസമെന്ന്, ഓരോ ട്രില്യൺ വീതം കടം കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭാരതത്തിന്റെ എക്കണോമി 4 ട്രില്യനാണ്. അപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ ആ 4 ട്രില്യൺ അവിടെ കടം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അമേരിക്കൻ ഒരു രാഷ്ട്ര നിലയിൽ, സാമ്പത്തിക വ്യവസ്ഥ നിലയിൽ വല്ലാത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഡോളർ അവരുടെ നിയന്ത്രണത്തിലാണെന്നുള്ളതും മറ്റു പല പ്രതിരോധ രംഗത്തെ സ്ട്രാറ്റജിക്കലി പ്രധാനപ്പെട്ട അവരുടെ ഭൂമിശാസ്ത്രപരമായ പൊസിഷനുമൊക്കെയാണ് അവരെ ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ ജനത ഞാൻ അമേരിക്കയെ വീണ്ടും മഹത്താക്കാം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ് ട്രംപിന്റെ മുദ്രാവാക്യത്തിൽ വീണുപോയത്. പക്ഷെ അതേ ട്രംപ് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം അമേരിക്കയെ നന്നാക്കാനൊന്നുമല്ല, എന്നാൽ ഈ പറയുന്ന ഭീഷണികളെയൊക്കെ തൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് വെനീസുല പിടിച്ചെടുക്കുക, ക്യൂബയിലേക്ക് ഇത് കയറാൻ പോകുന്നു, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നോക്കുന്നു, കാനഡയിൽ അതിക്രമം ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ചെന്ന് ഇടപെട്ട് പേര് മോശമാക്കുന്നു, മറ്റ് രാജ്യങ്ങളുടെ സമാധാനവും കെടുത്തുന്നു. അതേ സമയത്ത് തന്നെ ചൈനയോട് നേർക്കുനേർ പോരാടാൻ മടിയും ഭയവും കാണിക്കുന്നു. അത് നമുക്കറിയാം, നാട്ടുപുറങ്ങളിലുണ്ട് അങ്ങനെ. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു ചട്ടമ്പിയുടെ തല്ലുകൊണ്ടിട്ട് തിരിച്ചു തല്ലാൻ മെനക്കെടാതെ നാട്ടിൽ കാണുന്ന പാവങ്ങളെ പിടിച്ചു തള്ളിയിട്ട് ഞാൻ വലിയ ചട്ടമ്പിയാണെന്ന് നടക്കുന്ന ആളുകളുടെ പല സിനിമയിലൊക്കെ കാണാമല്ലോ, കൊച്ചിൻ കനിമയൊക്കെ കാണിക്കുന്ന പോലെ. യഥാർത്ഥ ശത്രു ചൈനയായിട്ട് നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിന് മാറിയെങ്കിൽ ഞാൻ പറയും. അപ്പം അമേരിക്കയ്ക്ക് വേണ്ടി ചൈന ഉണ്ടാക്കിയ പ്രശ്നവും അതിനെ പ്രതിരോധിക്കുന്നതിന് അമേരിക്ക എടുക്കുന്ന പ്രശ്നമാണ് ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം. ഈ സാമ്പത്തിക സാഹചര്യത്തിൽ ടാരിഫ് യുദ്ധവുമായി വന്ന ഭാരതത്തിൻ്റെ ടാരിഫ് റഷ്യയുടെ പേരിലും ഇറാന്റെ പേരിലും ഒക്കെ അങ്ങനെ ടാരിഫ് നമുക്കെതിരെയുള്ള
പ്യുണിറ്റീവ് ടാരിഫ്, നമ്മളെ അച്ചടക്കം പഠിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ആ വൃത്തികെട്ട ടാരിഫ് എന്ന ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഭാരതം അതിന് മറുപടി എങ്ങനെയാണ് ഈ ബജറ്റിലൂടെ കൊടുക്കുന്നുള്ളതാണ് അങ്ങനെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുമ്പം നമ്മൾ ആ കാര്യത്തിനകത്ത് വലുതായിട്ടൊന്നും ഒരു പാനിക് റിയാക്ഷനും കാണിച്ചിട്ടില്ല. ഒരു നീജർക്ക് റിയാക്ഷൻ, മുട്ട പറയ്ക്കുന്ന ഒരു റിയാക്ഷനും നമ്മൾ കാണിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നടക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളാണ് മോദി എന്ന് ഓർക്കണം. മലകളിളകിലും മഹാജനന മനമിളക എന്ന് പറയുന്ന പോലെ അതെ, അതിനെയൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു സ്ഥിതപ്രജ്ഞനായ രാഷ്ട്ര നേതാവിന് മാത്രം കാണിക്കാൻ പറ്റുന്ന ധൈര്യത്തോടും സ്ഥൈര്യത്തോടും കൂടി അതിനെയൊക്കെ നേരിടുകയും ഭാരതത്തിന് മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ 8ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുള്ള കരാർ എന്ന് പറയുന്നത് 27 രാജ്യങ്ങൾ അതിനകത്തുള്ളത്. അത് പ്രാവർത്തികമായിട്ടില്ല, ആകും, അത് ഒരു വർഷത്തിനകം ആകും. അങ്ങനെ പറയുമ്പം ഭാരതം ഇപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ, പിന്നെ അതുപോലൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്, US ഡോളറുമായിട്ടുള്ള നമ്മുടെ വിനിമയ നിരക്ക്, ആ വിനിമയ നിരക്ക് അത് കുറയ്ക്കാനും വേണ്ടിയുള്ള റിസർവ് ബാങ്ക് പിന്നെ ഇന്ന് വിചാരിക്കാമെങ്കിൽ ഈ റേറ്റ് കുറയും. റിസർവ് ബാങ്കിന്റെ കരുതലിലുള്ള ആ US ഡോളർ മൂലധനം ഉണ്ടല്ലോ, വിദേശ നാണ്യ നിക്ഷേപം, അതെടുത്ത് വാങ്ങാൻ തയ്യാറായ പറ്റും. അങ്ങനെയൊക്കെയാണ് നേരത്തെ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കാര്യമായ ശ്രമം നടത്തുന്നില്ല. കാരണം സ്വാഭാവിക ലെവലിൽ അവിടെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇടപെടും. അത് സ്വാഭാവിക ലെവലിലേക്ക് നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള അത്യാവശ്യ ഇടപെടലുകൾ മാത്രം. കാരണം കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞു വരുമെന്നും US ഡോളറിന് തന്നെയുള്ള ആ വിപണി മൂല്യം ഒരു പക്ഷേ കാലാനുസൃതമായി അതിലും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുമുള്ളത് കൊണ്ട് തന്നെയല്ല, അതിനകത്ത് ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, പിന്നെ മറ്റു പല കാര്യങ്ങളുള്ളതിനകത്ത്. എന്തായാലും അക്കാര്യത്തിലും ഭാരതം ഒരു പാനിക് റിയാക്ഷൻ കാണിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, സാമ്പത്തിക രംഗത്ത് നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും രാജ്യത്തെ ഒരു സമൂഹത്തെയോ ഒരു ജനതയെയോ പ്ലീസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും യാതൊരു പ്രഖ്യാപനങ്ങളും ഇല്ല. ഡയറക്റ്റ് ടാക്സിലും ഇൻകം ടാക്സിലും, ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും, അത് ഇൻകം ടാക്സും GST എന്ന് മനസ്സിലാക്കൂ. കൊടുക്കേണ്ട ആനുകൂല്യമൊക്കെ കഴിഞ്ഞ വർഷം കൊടുത്തു. 12 ലക്ഷം വരെ ഫ്രീ ആക്കി ഇൻകം ടാക്സ്, 75 ലക്ഷം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുണ്ട്. GST അതിൻ്റെ റേറ്റ് പുനർനിർണയിച്ചത് കൂടിയിട്ട് പരോക്ഷ നികുതിയും ഗണ്യമായി തുറന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്തി. 1.71 ഇൻഫ്ലേഷൻ ഭാരതത്തിൻ്റെ. അതുപോലെ IBC കോഡ് കൊണ്ടുവന്നിട്ട് ബാങ്കിങ് മേഖലയെ ശക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ പല കിട്ടാക്കടത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ഭാരതത്തിലെ സമ്പദ് വ്യവസ്ഥയെ സുശക്തമാക്കി നിർത്തിയിട്ട് റിസ്ക് എടുക്കേണ്ട സമയമല്ല ഇതെന്നറിയാവുന്നത് കൊണ്ട് അതേ സമയത്ത് തന്നെ എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ റിസ്ക് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആ ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഏറ്റവും പരിമിത റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും ഒക്കെ പരിമിതമായിക്കൊണ്ട് നിർത്തിയിരിക്കുന്നു. 4.1 അടുത്ത വർഷത്തെ ലക്ഷ്യം. അതുകൊണ്ട് ആലോചിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് വന്നതും കൂടെ ഒന്ന് ചിന്തിച്ചോളാം. അങ്ങ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് FRPM ആക്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു നിയന്ത്രണം നമ്മുടെ ധനബാധ്യതയുടെ മേളിൽ, കടബാധ്യതയുടെ മേളിൽ ഉണ്ടാവണമെന്ന് തീരുമാനമെടുത്തത്. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വന്നപ്പം അതൊക്കെ തൂത്തെറിഞ്ഞു. പ്രണബ് മുഖർജി ധനകാര്യമന്ത്രിയായിരുന്നപ്പം അതിനെ കാറ്റിൽ പറത്തി. ചിദംബരം ഇരുന്നപ്പോഴും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. വീണ്ടും അരുൺ ജെയ്റ്റ്ലി 2016 വന്നപ്പോഴാണ് ആ ആക്ടിന് വീണ്ടും പ്രാധാന്യം കൊടുക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു.
അപ്പം നമ്മൾ പറയുന്നു 2030 ആകുമ്പോഴത്തേക്ക് ധനക്കമ്മി ഗണ്യമായി കുറയും. അതുപോലെ ഡെപ്റ്റ് GDP റേഷ്യോ 50-ൽ നിന്ന് 1% കുറവ്, 1% കൂടുതൽ മാത്രമുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ 55-അടുത്തുണ്ട്. അപ്പം നിർണായകമായിട്ട് കുറച്ചുകൊണ്ട് വരികയാണ്. കടം കുറയുമ്പം കടമെടുത്ത പണത്തിൻ്റെ പലിശ കുറയും, പലിശയുടെ പേരുള്ള ചെലവ് കുറയും. ആ ചെലവ് കുറയുന്ന രാജ്യത്ത് വ്യാപകമായി കൂടുതൽ നല്ല പദ്ധതികൾക്ക് അലോക്കേഷൻ കൂട്ടാൻ പറ്റും. മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് ഭാരതത്തിൻ്റെ ലോകരാജ്യങ്ങളിലെ സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രത്യേകിച്ചും, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിക്കുന്നതിന് കാരണമാകും. നമ്മൾ കടം വാങ്ങിക്കുന്നതിന് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള പലിശയുടെ അളവ് കുറയും. ഇതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കൃത്യമായ അച്ചടക്കമുള്ള ഒരു സാമ്പത്തിക രീതി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതൊക്കെ ചെയ്ത് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക. ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ വളർച്ചയും ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ആശ്ലേഷിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുള്ള വളർച്ചയും വേണം. ആ വളർച്ച ലക്ഷ്യമാക്കിയാണ് 5 ലക്ഷം കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റി വച്ചിരിക്കുന്നത്. 2014-15 മോദി വരുന്ന കാലത്ത് കയറും 2 കോടിയായിരുന്നു. അതാണ് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ 11.2 ലക്ഷം കോടിയും ഇപ്രാവശ്യത്തെ അലോക്കേഷൻ 12.5 കോടിയുമായി വർദ്ധിച്ചിരിക്കുന്നത്. ആലോചിക്കണം. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും പ്രേക്ഷകരിൽ സംശയാലുക്കൾ പോലും കേൾക്കട്ടെ. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, സാർ എനിക്ക് 100 രൂപ തന്നു കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ കിട്ടി, ചിലവാക്കി അവിടെ കഴിഞ്ഞു. നേരെ മറിച്ച് അത് ഒരു സംരംഭകൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ പണത്തിൻ്റെ വളർച്ച വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മുടക്കുന്ന പണത്തിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 3 ഇരട്ടിയെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇത് ചെല്ലുന്നതോടുകൂടി സാമ്പത്തിക രംഗം ആകെ ഉണരുകയാണ്. അടിസ്ഥാന മേഖലയിലേക്ക് പണം ചെലവാക്കുക എന്ന് പറയുമ്പം തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു, സംരംഭക സാധ്യത വർദ്ധിക്കുന്നു, പണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യമായിട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പം ഡിമാൻഡ് വർദ്ധിക്കുന്നു, വാങ്ങൽ ശേഷി വർദ്ധിക്കുന്ന ആളുകൾ വിപണിയിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്തിൻ്റെ വളരെ ശരിക്കും പറഞ്ഞാൽ ആക്സലറേറ്റഡ് ഗ്രോത്ത്, ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്കുള്ള അവസ്ഥയാണ്. ഇത് തന്നെയാണ് കോവിഡ് കാലത്ത് നമ്മൾ സ്വീകരിച്ചത്. കോവിഡിന് ശേഷമാണ് നമ്മൾ ഇതിൽ കൂടുതലും കടക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഇൻ്റർവെൻഷനോട് കൂടി ട്രംപിൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ ഇടപെടൽ കൊണ്ട് ലോകത്തിലുണ്ടാകാൻ പോകുന്ന വെല്ലുവിളിയെയോ സാമ്പത്തിക അസന്തുലിതാവസ്ഥയോ നമ്മൾ അവഗണിക്കുന്നില്ല. പക്ഷെ അതിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അതിനെ നമ്മൾ കൂടുതൽ ഉത്കണ്ഠപ്പെടാതെ നമ്മളെ ഭാഗം ശരിയാക്കി നമ്മൾ ശക്തമായ സാമ്പത്തിക അവസ്ഥയായി ഭാരതത്തിനെ വളർത്തിക്കൊണ്ട് ആത്മനിർഭരതയോടുകൂടി നാളത്തെ ലോകത്തിലേക്കുള്ള വിപണി സാധ്യത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പം തന്നെ അമേരിക്ക റഷ്യയുടെ പേരിൽ, ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ നമ്മുടെ മേളിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ പേരിൽ ഉപരോധം കൊണ്ട് വരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും കാരണവശാൽ ഈ ഉക്രൈൻ യുദ്ധം അവസാനിക്കാതിരിക്കാൻ പറ്റുകയല്ലോ. അതെ, അവസാനിച്ച് കഴിയുമ്പോൾ ഈ വിരോധം മാറുമല്ലോ. മാറിയല്ലേ പറ്റുള്ളൂ. ഇറാൻ്റെതും മാറണം. അതിനൊക്കെ അപ്പുറമായിട്ട് അമേരിക്കയുടെ പ്രധാന ശത്രു ചൈനയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയ്ക്കും ട്രംപിനും ഭാരതവുമായിട്ട് ഒരു കോംപ്രമൈസ്, ഒത്തുതീർപ്പ് വേണ്ടി വരും. ആ വരുന്ന ദിവസത്തെ വിളിയാണ് ഭാരതത്തിൻ്റെ ചരിത്രം മാറ്റുന്ന നിർണായകമായ ദിവസമായി മാറാൻ പോകുന്നത്. ഈ കാലത്ത് അമേരിക്കയുടെയും ചൈനയുടെയും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അന്തർദേശീയ വിപണിയിലും ഭാരതത്തിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും വിപണി സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദന മേഖല നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പം, മറ്റേ ഞാൻ ഈ പറഞ്ഞ സാഹചര്യം കൂടെ വന്നു കഴിയുമ്പം അനുകൂലമായ
സാഹചര്യം കൂടി എത്തിക്കഴിയുമ്പം ഭാരതത്തിൻ്റെ വളർച്ചയുടെ തോത് എന്തായിരിക്കുമെന്ന് തൽക്കാലം നമുക്ക് പ്രതീക്ഷയിൽ കാണാം. അനധിവിദൂര ഭാവിയിൽ അത് യാഥാർത്ഥ്യത്തിലും കാണാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.